തമ്പുരാന്റെ വചനം ഇങ്ങനെയാണ് പറയുക, ദൈവം മക്കളെ നോക്കിയിട്ട് മാന്യന്മാരാരെങ്കിലും ഉണ്ടോ എന്ന് ശ്രദ്ധിക്കുന്നുണ്ട്. മനസ്സിലായോ? നമ്മുടെ ദൃഷ്ടിയിൽ ആരാണ് മാന്യന്മാര്? നമ്മുടെ ദൃഷ്ടിയിൽ മാന്യന്മാരാരാണ്? ദൈവം സ്വർഗത്തിൽ നിന്ന് മനുഷ്യ മക്കളെ നോക്കുന്നു അല്ലേ? ദേവസ്യെ കണ്ടു, ബെന്നിയെ കണ്ടു, ജോസിനെ കണ്ടു, മാന്യൻ അല്ലേ? സിബിയെ കണ്ടു, ചിന്നമ്മയെ കണ്ടു, അമ്മച്ചിയെ കണ്ടു. മാന്യത്തിൽ എന്താ പറയുന്നത്? നമ്മൾ മാന്യൻ എന്ന് വിളിക്കുന്നത് ആരെയാ? ദൈവം അഥവാ ദൈവവചനം മാന്യന്മാർ എന്ന് വിളിക്കുന്ന ആരെയാണെന്ന് നോക്കണം. അപ്പോസ്തലപ്രവൃത്തി 17, അപ്പോസ്തലപ്രവൃത്തി 17:11 അവർ വചനം കിടപ്പുണ്ട്. എന്താണത്? 17:11 ഈ സ്ഥലത്തെ യഹൂദർ തെസ്സലോനിക്കയിലുള്ളവരെക്കാൾ മാന്യന്മാരായിരുന്നു. മതി. എന്തുകൊണ്ട് അവരെ മാന്യന്മാരെന്ന് വിളിച്ച്? അവര് അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിച്ചു. അപ്പൊ അതീവ താല്പര്യത്തോടെ വചനം സ്വീകരിക്കുന്ന മക്കളെയാണ് സ്വർഗം മാന്യന്മാർ എന്ന് വിളിക്കുന്നത്. എപ്പോഴും ഈ മാറി വരുന്നത് മാരുതിമാരുണ്ട് കേട്ടോ. മാന്യത്തി ഇല്ലേ? മാന്യന്മാരുള്ള മാന്യത്തിമാരുണ്ട്. വചനം ആര് സ്വീകരിക്കുന്നോ അവരൊക്കെ മാന്യന്മാരാണ്. ഹല്ലേലൂയ. അപ്പൊ നമുക്ക് ഹൃദയം തുറന്ന് വചനം സ്വീകരിക്കുക. സങ്കീർത്തന പുസ്തകം 11-ാം അധ്യായം അതിന്റെ 3-ാമത്തെ തിരുവചനം. സങ്കീർത്തനം 11:3 ഒരു വചനം കിടപ്പുണ്ട്. അടിത്തറ തകർന്നാൽ നീതിമാന്മാർ എന്ത് ചെയ്യും? അടിത്തറ തകർന്നാൽ ഒരുപക്ഷെ നമുക്ക് പറയാം ദുഷ്ടന്മാരെന്ത് ചെയ്യും? അത് അവന്റെ പ്രവൃത്തിയുടെ ഫലമാണ്. അവന്റെ അല്ലേ? നമുക്കതിന് പറയാം, ദുഷ്ടത പ്രവർത്തിക്കുന്നവര്, അനീതി പ്രവർത്തിക്കുന്നവര്, അവർക്ക് ഒരു കഷ്ടതയോ ഞെരുക്കമോ പ്രയാസമോ ദുരിതമോ വന്നാൽ എന്തിനു പറയുന്നു? ഇത്തിരി ഡിഗ്രി കൂടി ഒരു രോഗം വരട്ടെ, എന്ത് സംഭവിക്കുക? നമ്മൾ പറയും എന്നാൽ ഇവിടെ വചനം പറയുന്നത് എന്താ? നീതിമാന്റെ അടിത്തറ തകർന്നാൽ അവൻ എന്ത് ചെയ്യും? നീതിമാന്റെ അടിത്തറ തകരാൻ പാടുണ്ടോ? ശരിക്കും പാടുണ്ടോ? നീതിമാൻ അല്ലേ? ആരാമൻ? ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നവനാണ്. അവന്റെ അടിത്തറ തകരുമോ? അവന്റെ അടിത്തറ തകരും അല്ലേ? തകരും. വിശുദ്ധ ഗ്രന്ഥത്തിലെ പല ഉദാഹരണങ്ങളും കാണാം. അടിത്തറ തകർന്ന വ്യക്തിയാണ് പൂർവ്വപിതാവായ ജോസഫ്. തകർന്നില്ലേ? ജോസഫ് നല്ലൊരു വ്യക്തിത്വമായിരുന്നു അല്ലേ? ഇസ്രായേലിന്റെ അഥവാ യാക്കോബിന്റെ 12 മക്കളിൽ ഏറ്റവും ഇളയവൻ ജോസഫ് അല്ലേ? അപ്പൻ ഒരു സ്പെഷ്യൽ കുപ്പായൊക്കെ അടിച്ചു കൊടുത്ത് ഇങ്ങനെ, സാധാരണ സീമന്തപുത്രന്മാരെ ഒത്തിരി സ്നേഹിക്കുക അല്ലേ? ഇളയവരെയും സ്നേഹിക്കും. ഏറ്റവും ഇളയവൻ വയസ്സാങ്കാലത്ത് ഉണ്ടായതാണ്. ഏറ്റവും ഇളയ ജോസഫ് ഒത്തിരി സ്നേഹിച്ചിരുന്നു. നല്ല മനുഷ്യനായിരുന്നു ജോസഫ്. എന്താ സംഭവിച്ചേ?
ഈ നല്ല മനുഷ്യനെ പിടിച്ച് പൊട്ടക്കെട്ടിലിട്ടു. ക്ഷേമനേഷിക്കൻ എന്നതാണ് സഹോദരന്മാരുടെ ആടിന്റെയും പൊട്ടത്തിന്റെ. പിടിച്ചവരെ പൊട്ടക്കെട്ടിലിട്ടു. അവിടെ ഒരു തകർച്ചയാണ്. തകർച്ചയുടെ, ദുഃഖത്തിന്റെ, ദുരിതത്തിന്റെ നാളുകളാണ്. കേട്ടോ ഷാജി? ആ നാളുകളിലൂടെ കടന്നു പോകുമ്പോ ജോസഫ് പൊട്ടക്കിന്റെ സഹോദരന്മാർക്ക് ഒരു ദോഷവും പറഞ്ഞുമില്ല, ചെയ്തുമില്ല, അല്ലേ? ഒന്നും ഉരിയാടിയില്ല. എവിടം വരെ പോയി? നമ്മൾ ആലോചിച്ച് നോക്കി, അത് എവിടം വരെ പോയി ആ സംഭവം? കൈയും കാലും ഇരുമ്പ് ചങ്കലകളാൽ ബന്ധിക്കപ്പെട്ട് നീണ്ട വർഷം തടവ് പുള്ളിയായി തടവറയില് എന്തെങ്കിലും തെറ്റിയിരുന്നു. അടിത്തറ തകർന്നാൽ നീതിമാൻ എന്ത് ചെയ്യും? അവൻ ഉറ്റുനോക്കിയത് പിതാക്കന്മാരുടെ ദൈവത്തിലേക്കാണ്. തകർന്നാൽ നമ്മൾ നോക്കേണ്ടത് മനുഷ്യരിലേക്കല്ല. എവിടെ നിന്ന് കിട്ടും? എങ്ങനെ ഇത് സോൾവ് ചെയ്യാം? ഏത് വഴിയിലൂടെ പോയാൽ ഇതിൽ നിന്ന് കരകയറാം? ഇതൊന്നുമല്ല. നോക്കേണ്ടവനിലേക്ക് നോക്കിയാൽ നോക്കേണ്ടവർ നമ്മെ നോക്കും. അതാണ് നമ്മൾ കണ്ടതല്ലേ? ജയിലറകളിൽ നിന്ന് പുറത്തു വന്നവൻ സ്വപ്നം വ്യാഖ്യാനിച്ചു. സമയക്കുറവുകൊണ്ട് പെട്ടെന്ന് പറഞ്ഞു പോവാണ്. രാജാവിന്റെ സ്വപ്നം. അതിനു മുമ്പ് പാനപാത്രവാഹന്റെ സ്വപ്നം വ്യാഖ്യാനിച്ചു. ഒരാളെ കൊക്കിലേറ്റി ഒരാളെ ജോലിയിൽ തിരിച്ചെടുത്തു. രാജാവിന് സ്വപ്നം ഉണ്ടായി, അത് വ്യാഖ്യാനിച്ചു. കറക്റ്റ്. എവിടെ ചെന്നെത്തി? പൊട്ടക്കിണറ്റിലേക്ക് തള്ളിയിട്ട അടിത്തറ തകർന്ന നീതിമാൻ എവിടെ എത്തി? ഈജിപ്ത് എന്ന ദേശത്തിന്റെ പ്രധാനമന്ത്രി പദവിയിലേക്ക് എത്തി. ഇവിടെയാണ് ഈ ചോദ്യത്തിന് ഉത്തരം കിട്ടുക. അടിത്തറ തകർന്നാൽ നീതിമാൻ എന്ത് ചെയ്യും? അവനു വേണ്ടി, ഞാൻ ഇവിടെ കൂട്ടിച്ചേർക്കുകയാണ്, അടിത്തറ തകർന്നാൽ അവനു വേണ്ടി ദൈവം എന്ത് ചെയ്യും? അടിത്തറ തകർന്നാൽ ആ തകർന്നവന്റെ ജീവിതത്തിൽ ദൈവം എങ്ങനെ ഇടപെടും? എന്തു ചെയ്യും? ഫറവോ അല്ലെ, ഈജിപ്ത് ദേശത്തിന്റെ രാജാവ് ഫറവോ എന്താ പറയുന്നത്? ഈ അധികാര കസേരയിൽ മാത്രം നിനക്ക് ഞാൻ മുകളിലാണ്, വലിയവനായിരിക്കും. രാജാവിന്റെ മോതിരമാണ് ഊരി. എന്നിട്ട് ഒന്നാം രാജാവിന്റെ, രണ്ടാം രാജ്ഞിക്കും ഒക്കെ ഉള്ളതാണ്, അമ്മയ്ക്കും ഭാര്യയ്ക്കൊക്കെ ഉള്ളതാണ്. രണ്ടാം രഥത്തിൽ ജോസഫിനെ ഈജിപ്ത് ദേശം മുഴുവൻ ചുറ്റിയടിപ്പിച്ചിട്ട് ഇങ്ങനെ വിളിച്ചു പറഞ്ഞു, മുട്ടുമടക്കുവിൻ, ജോസഫിന്റെ മുമ്പിൽ മുട്ടുമടക്കുവിൻ. കണ്ടോ? അടിത്തറ തകർന്ന നീതിമാന്റെ ജീവിതത്തിൽ ദൈവം ഇടപെടുന്നത്. തകർന്നു പോയി, തരിപ്പണമായി, നീ മുമ്പോട്ടില്ല. ഒരു രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയായി ഉയർത്തപ്പെടുകയാണ്, ദൈവം ഉയർത്തുകയാണ്. എന്തിനു വേണ്ടി തകർച്ച? ഈ നീതിമാൻ ഈ തകർച്ച വന്നത് എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? എന്തിനു വേണ്ടിയാണ്? ഉൽപ്പത്തി പുസ്തകം 45-ാം അധ്യായം 5-ാം തിരുവചനം. ഉൽപ്പത്തി 45-ന്റെ 5 വായിച്ചേ. എന്നെ ഇവിടെ വിറ്റതോർത്ത് നിങ്ങൾ വിഷമിക്കുകയോ വിഷാദിക്കുകയോ വേണ്ട. കാരണം ജീവൻ നിലനിർത്താൻ വേണ്ടി ദൈവമാണ് എന്നെ നിങ്ങൾക്ക് മുമ്പ് ഇങ്ങോട്ട് അയച്ചത്. കണ്ടോ?
ആരാണ്? നീതിമാൻ ഒരു തകർച്ചയിലേക്ക് പോയി എങ്കിൽ അതിന്റെ പിന്നിൽ മനോഹരമായ ദൈവത്തിന്റെ ഒരു പദ്ധതിയുണ്ട്. കണ്ടോ? സർവജനത്തെയും പട്ടിണി മരത്തിൽ നിന്ന് കരകയറ്റാൻ വേണ്ടി ദൈവം വർഷങ്ങൾക്ക് മുമ്പേ നീതിമാനായ മനുഷ്യനെ പൊട്ടക്കിറ്റിൽ തള്ളിയിടിച്ചു. അതവിടുന്ന് കിട്ടി. ഇനി മറ്റൊരു നീതിമാനായ മനുഷ്യനുണ്ടായിരുന്നു അല്ലേ? പൗരസ്ത്യ ദേശത്തെ സമ്പന്നൻ. അവൻ നീതിമാനായിരുന്നു എന്ന വചനം പറയുക. അതാരാണ്? ജോബ്. സമ്പന്നൻ. അവന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ജോബിന്റെ ജീവിതത്തിൽ എന്താ സംഭവിച്ചത്? ആര്യ അനുവദിച്ചത്? കണ്ടോ? ഒരു നീതിമാൻ തകർച്ചയിലേക്ക് പോകാൻ ദൈവം സാത്താനെ പോലും അനുവദിക്കും. അതെന്തിനു വേണ്ടി? ആ തകർച്ചയിൽ അവനെ തകർത്ത് കളയാനാണോ? അല്ല. അവന്റെ വിശ്വാസം അതിന്റെ മാറ്റുരച്ചു നോക്കുന്ന സംഭവത്തിലേക്ക് ദൈവം അവനെ കടത്തിവിട്ടിട്ടുണ്ട്. അവിടെ നിന്ന് ഒന്നിനിരട്ടിയായി, നഷ്ടപ്പെട്ടതിനിരട്ടിയായി തിരിച്ചു കൊടുത്തിട്ട് അവനെ ദൈവം ഉയർത്തുകയാണ്. ഹല്ലേലൂയ, ഹല്ലേലൂയ. ഒരു നീതിമാൻ ആ തകർച്ച വന്നപ്പോ നീതിമാൻ എന്താ പറഞ്ഞത്? നമുക്ക് തകർച്ച വരുന്നത് നമ്മൾ നീതിയുടെ പാതയിലല്ല. ആണോ? നീതിയുടെ പാതയിൽ അല്ലാതിരുന്നിട്ട് ഒരു തകർച്ച വരുമ്പോൾ നമ്മളെന്ത് പറയും? നമ്മളെന്താ പറയുന്നത്? ദൈവത്തിനു കണ്ണില്ലെന്നോ? എന്ത് കാണാൻ? ഈ തകർച്ച കാണാൻ, ഈ ദുരിതം കാണാൻ അല്ലേ? ഇത്രയൊക്കെ പ്രാർത്ഥിച്ചിട്ടുണ്ട്. ചെവി അടഞ്ഞു പോയോ, കണ്ണ് കാണുന്നില്ല ഇതൊക്കെ പറഞ്ഞ് ആരാ ഈ പറയുന്നത്? ആരാ? നീതിമാനാണോ? ഇവിടെ നീതിമാന്റെ കാര്യം പറയുന്നത്. ഇപ്പൊ നമുക്ക് തുറക്കാൻ പോലുമുള്ള യോഗ്യത തരവില്ല, അവകാശമില്ല. ഇവിടെ നീതിമാനായ ജോബ് അവൻ പറഞ്ഞു, അമ്മയുടെ ഉദരത്തിൽ നിന്ന് നഗ്നനായി ഞാൻ വന്നു, നഗ്നനായി തന്നെ ഞാൻ പിൻവാങ്ങും. കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. കണ്ടോ? ഒരു നീതിമാനെ ദൈവം അറിഞ്ഞുകൊണ്ട് ഒരു തകർച്ചയിലേക്ക് കടത്തിവിട്ടപ്പോ ആ നീതിമാൻ ദൈവത്തെ കുറിച്ച് പറയുന്ന ഒരു വാക്കാണ്, കർത്താവ് തന്നു, കർത്താവ് എടുത്തു, കർത്താവിന്റെ നാമം മഹത്വപ്പെടട്ടെ. ഇതുകൊണ്ടൊന്നും ജോബ് പാപം ചെയ്യുകയോ ദൈവത്തെ പഠിക്കുകയോ ചെയ്തില്ല. ഹല്ലേലൂയ, ഹല്ലേലൂയ. പക്ഷേ ഇത്രയൊക്കെ ഈ നീതിമാനെ തകർച്ചയിലേക്ക് തള്ളിവിടാൻ ദൈവം അനുവദിച്ചെങ്കിലും, സാത്താൻ അനുവാദം കൊടുത്തെങ്കിലും, ഒരു കാര്യം 2:6 ജോബ് 2:6 കർത്താവ് പറഞ്ഞു, ഇതാ അവനെ നിനക്ക് ഞാൻ വിട്ടുതരുന്നു, അവന്റെ ജീവനിൽ മാത്രം കൈവെക്കരുത്. കർത്താവ് സാധാരണ പറയാണ്, കണ്ടോ നീതിമാനുള്ള സമ്മാനം അവിടെയാ. നീതിമാൻ അവന്റെ ജീവനിൽ, അവന്റെ ആത്മാവിൽ നീ തൊട്ടുപോകരുത്, ബാക്കിയെല്ലാം നീ കൈകാര്യം ചെയ്യണം. കാരണം എന്താണ്? ഈ സാത്താൻ ദൈവത്തോട് 1-ാം അധ്യായം 10-ാം വാക്യത്തിൽ ഒരു കാര്യം പറയുന്നത്,
അങ്ങ് അവനും അവന്റെ ഭവനത്തിനും സമ്പത്തിനും ചുറ്റും വേലി കെട്ടി സുരക്ഷിതത്വം നൽകിയിരിക്കുന്നത് കൊണ്ടല്ലേ അവൻ ഇത്ര വിശ്വസ്തനായി നിൽക്കുന്നത്, ജീവിക്കുന്നത്, നീതിമാനായി ദൈവം പരിഗണിക്കുന്നത്. ഇതാണ് കർത്താവിനെ ചൊടിപ്പിച്ച ഒരു കാര്യം. മനസ്സിലായോ? അപ്പോഴാണ് കർത്താവ് പറഞ്ഞത്, എന്നാ സാത്താനെ, ഇതാ നിനക്ക് ഈ അനുവാദം തന്നിരിക്കുന്നു. അവനുള്ള സർവത്തിന്റെയും മേൽ നിനക്ക് ഞാൻ അധികാരം തന്നിരിക്കുന്നു. അവിടെയും കർത്താവ് പറയുന്നുണ്ട്, അവനെ മാത്രം ഉപദ്രവിക്കരുത്, അവനെ മാത്രം ഉപദ്രവിക്കരുത്. സമയത്ത് പോയി. പിന്നെയോ ഇത്രയൊക്കെ ഒരു നീതിമാന്റെ ജീവിതത്തിൽ ഇത്രയൊക്കെ പ്രശ്നങ്ങൾ വരുമ്പോ പിന്നീടുള്ള അധ്യായങ്ങൾ കാണുന്നുണ്ട്. സുഹൃത്തുക്കൾ വന്നിട്ട് മറ്റുള്ള മൈക്കൊക്കെ ഓഫ് ചെയ്ത് വെച്ച് ഇതിനകത്ത് മിസ്ലിംഗ് വരുമ്പോ അറിയാൻ പാടില്ലേ? സുഹൃത്തുക്കൾ വന്നിട്ട് എന്ത് ചെയ്യും? പഠിക്കുന്നുണ്ട്. സുഹൃത്തുക്കള് വന്ന് പഠിക്കുന്നത് സാമാന്യം നമുക്ക് മനസ്സിലാക്കാവുന്ന കാര്യമാണ്. പക്ഷെ കൂടത്തിൽ കിടക്കുന്നവൾ ആരാധന ജീവിത പങ്കാളി എന്താ പറയുന്നത്? 2:9. അപ്പോൾ അവന്റെ ഭാര്യ പറഞ്ഞു, ഇനിയും ദൈവഭക്തിയിൽ ഉറച്ചു നിൽക്കുന്നു, ഇനിയും പ്രാർത്ഥനാക്കാരിയായി നീ നടക്കുന്നു. ഇത് കേട്ടിട്ടുണ്ടോ? ഒരു പ്രാർത്ഥനാക്കാരി കേട്ടിട്ടുണ്ടോ? അതിലും വലുതാ കേട്ടേക്കണേ, അല്ലേ? അതിലും വലുതാ കേട്ടേക്കണേ. ഞാൻ കേട്ടിട്ടുണ്ട്, ദേവസ്വേട്ടന് രൂപക്കൂട് പള്ളി പണിയണമെന്ന് പറഞ്ഞ പലരോട് പറഞ്ഞിട്ടുണ്ട്. രൂപക്കൂട് പണിയണമെന്ന്. കാരണം 25 വർഷമായിട്ട് ബലി കൊടുക്കിട്ടില്ല. എന്തായി? ഒരു പ്രാർത്ഥനക്കാരനെ കുറിച്ച് പറയുന്നതാണ്. ഹല്ലേലൂയ. നമ്മളെ കുറിച്ചൊക്കെ പറയുന്നത് വേറെ ഡിഗ്രി ഒത്തിരി കൂടുതലാണോ? ഹൈലൈറ്റാ, അത് ഒത്തിരി ഹൈലൈറ്റിലാ പറയുന്നത്. അതൊക്കെ വേറെ സംഭവങ്ങൾ. അതിങ്ങനെ ഈ പുന്നയം ഏരിയ, പിന്നെ ചെറുകുന്നം ഏരിയ, ഇങ്ങനെ കുറെ വിശുദ്ധ ചേട്ടത്തിമാര് പറയുന്നതാണ്. അങ്ങനെ ഒരു വിശുദ്ധ ചേട്ടത്തി പറയുകയാണ്, ഹേ മനുഷ്യ, ഇനിയും ദൈവഭക്തിയിൽ നീ ഉറച്ചു നിൽക്കുന്നു, നിന്റെ ദൈവത്തെ ശപിച്ചിട്ട് പോയി മരിക്കടാ. ആരാ പറയുന്നത്? സ്വന്തം പാവം ജോബ് തിരിച്ചു പറയണേടി, ദൈവകരങ്ങളിൽ നിന്ന് നന്മ സ്വീകരിച്ച നാം ഇതുപോലുള്ള തകർച്ചയും തിന്മയൊക്കെ സ്വീകരിക്കാൻ മടിക്കുകയോ? ഇതാണ് ഈ നീതിമാൻ കൊടുക്കുന്ന ആൻസർ. ഇവിടെ ഒന്നും ഒരു ചിന്ത കൊണ്ട് പോലും വാക്കുകൊണ്ട് പോലും ദൈവത്തെ ഹല്ലേലൂയ